തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവർക്കും ഒരു അങ്കലാപ്പുകളുണ്ട്. കാരണം അതിനൊരു കൃത്യതയുണ്ട്, വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിശ്വാസമാണ്. പക്ഷെ ആ ഒരു വിശ്വാസം ഇന്നിപ്പോൾ തെറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPIM പാർട്ടിയിൽ നിന്നും G. സുധാകരൻ്റെ ഒരു പരാമർശം തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ്. അല്ല, ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ ആ ഒരു വാർത്ത അവതാരകൻ തന്നെ ചോദിക്കുന്നത്, ഇങ്ങേർക്ക് എന്ത് പറ്റി, ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് മൈക്കിലൂടെ വിളിച്ചു കൂവിയത്. അതെ, തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് G. സുധാകരൻ ചൂണ്ടിക്കാണിച്ചത്. G. സുധാകരനെ നമുക്കറിയാവുന്നതുപോലെ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു മൂടുപടവും ധരിക്കാത്ത പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹം കള്ളം അല്ലെങ്കിൽ കാപട്യം ഇങ്ങനെയുള്ളൊരു അഴിമതിയുടെ പോലും രാഷ്ട്രീയത്തിന് അതീതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്കറിയാവുന്നതാണ്. വളരെ സുതാര്യമായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കാര്യങ്ങളുടെയൊക്കെ പോക്ക്. തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കർശനമായിട്ട് വിരട്ടാനും താക്കീത് ചെയ്യാനും അവരെ കൊണ്ട് ആ പണി എടുപ്പിക്കാനും കഴിവുള്ള ഒരാളും കൂടിയായിരുന്നു. അല്ലാതെ ഇങ്ങനെ വിമർശനം മാത്രം നടത്തുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം വളരെ ത്യാഗം സഹിച്ച് പാർട്ടിയിലൂടെ വളർന്ന് പടിപടിയായിട്ട് വന്ന ആളാണ് അദ്ദേഹം. പക്ഷേ ചില പച്ച പരമാർത്ഥങ്ങൾ ഒരുപക്ഷെ പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു അച്ചടക്കത്തിൻ്റെ കൂടിന് വെളിയിലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. ഇതിപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് തന്നെ ഇതിൻ്റെ വരായികളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു പരാമർശമാണ്. അതായത് ഇത് പണ്ടത്തെ ഒരു കാര്യമാണ്. അതായത് 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവദാസിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. കാര്യം മറ്റൊന്നുമല്ല, പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത് എണ്ണുന്നതിൻ്റെ ചുമതല, ആ സീൽ ചെയ്യുന്നതിൻ്റെ ചുമതല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മുഴുവൻ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കൈവശമാണ്. അവർ പറഞ്ഞാൽ അനുസരിക്കും. ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ പോസ്റ്റൽ, അതായത് തപാൽ വോട്ടുകൾ വരുന്ന ആ പാഴ്സലായിട്ടാണത് വരുന്നത്. ആ പാഴ്സലിൻ്റെ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഭാഗം സീൽ ചെയ്തു വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതഴിച്ചിട്ട് അതിൽ കൃത്രിമം നടത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളനുസരിച്ചും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണിത്. ഒരു വോട്ടിൻ്റെ പോലും മറിമായം അവിടെ നടത്താൻ പാടില്ല. സുതാര്യമായിരിക്കണം. ജനാധിപത്യത്തിൻ്റെ, എന്തുകൊണ്ടാണത്? ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യമാണ് ഒരു വോട്ട്. ഒരു വോട്ടിന് പോലും വ്യത്യാസം വരാൻ പാടില്ല. കാരണം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഇന്നാട്ടിലെ 140 കോടി ജനങ്ങളുടെ വോട്ടവകാശത്തിൻ്റെ പേരിലാണ്. അതിലുള്ള വോട്ടർമാരുടെ പേരിലാണ്. ആ പൗരന്മാരുടെ വോട്ടാണ് വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓരോ പൗരനും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹൂ ആർ ഡിസഗ്നേറ്റഡ് ടു ലിവ് വിത്ത് ഡീസൻസി, അന്തസ്സോടെ ജീവിക്കാൻ അധികാരമുള്ള ഒരാളാണ്. അങ്ങനെ അന്തസ്സോടെ ജീവിക്കാൻ ഭരണഘടന അധികാരം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയുടെ വോട്ടാണ് പോസ്റ്റൽ ബാലറ്റായിട്ട് പാഴ്സലായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആ ഒരു വോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അസ്തിത്വം, അവൻ്റെ ഡീസൻസി ഓഫ് എക്സിസ്റ്റൻസ്, ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുക. അവൻ്റെ വോട്ടവകാശം, ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ അവനുള്ള ആ സ്വാതന്ത്ര്യം, അവകാശം മുഴുവൻ മാറ്റുക. ഒരു ഭരണാധികാരിക്കോ ഒരു ഗവൺമെൻറ്റിനോ അവിടെ തൊടാൻ പോലും അധികാരമില്ല. അവൻ്റെ വളരെ വിലപ്പെട്ട ഒന്നാണ്, ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് വോട്ടെന്ന് പറയുന്നത്. അത് അട്ടിമറിക്കാൻ ഒരു മന്ത്രി വിചാരിച്ചാലോ, ഒരു മന്ത്രിസഭ വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഏതാനും സർക്കാർ ജീവനക്കാരോ വിചാരിച്ചാലോ നടത്തുമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലം ആ തെരഞ്ഞെടുപ്പ് ഇൻവാലിഡായി, അഥവാ അസാധുവായി. ആ തെരഞ്ഞെടുപ്പ് ഫലം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കപ്പെടേണ്ട ഒന്നാണ്. ഇപ്പോൾ പറയാം, 1989 നടന്ന ഒന്നാണല്ലോ ഈ 25, 10, 35 ഒന്നും 36 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒന്നായതുകൊണ്ട്, അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം, 26 വർഷം, 39, 38 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒന്നായാൽ പോലും അമേരിക്കയിൽ സാധാരണഗതിയിൽ 30 വർഷം കഴിഞ്ഞാൽ ഏത് ആഭ്യന്തര രഹസ്യവും ഏത് സൈനിക രഹസ്യവും ഡീക്ലാസിഫൈ ചെയ്ത് പൊതുബോധ്യത്തിൽ കൊടുക്കാവുന്നതാണ്. അത് പിന്നെ സീക്രട്ടല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീക്രട്ടല്ല, ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല.
ജനാധിപത്യത്തിൽ 1950 മുതൽ നമ്മൾ തുടർന്നു വരുന്ന റിപ്പബ്ലിക്കൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടുള്ള ഒരവകാശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വോട്ടവകാശം എന്നുള്ള ഒരു അവകാശം പൗരന് നിഷേധിക്കപ്പെടുകയാണ്. അവൻ്റെ ഒരു പിന്നെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്, വോട്ടവകാശം എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് തീരുന്നു? വിലയില്ലാത്തതായിട്ട് തീരുന്നു. അത് അമൂല്യമായിട്ടുള്ള ആ വോട്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു മൂല്യമില്ലാതെ. ജി സുധാകരൻ പറയുന്നുണ്ട് ഇനി എനിക്കത് പ്രശ്നമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞ. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകുന്നില്ല. കാരണം ഇപ്പോൾ 39 വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ പലരും മെസ്സേജുകൾ ഇതിനകത്ത് കമന്റുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കേണ്ടി വരുമല്ലോ. CPM ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ. അല്ല, ഇതുപോലെ ആരോപണം വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അല്ലാത്തതെല്ലാം സത്യസന്ധമായിട്ട് നടന്നതാണ് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ജനാധിപത്യം. ആ ഒരു കോൺസെപ്റ്റാണ്. അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻഡ് ബൈ എ തേർഡ് പാർട്ടി. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ്, എല്ലാവരും അംഗീകരിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ കടക്കലാണ് ഇപ്പോൾ സുധാകരൻ കത്തിവെച്ചിരിക്കുന്നത്. രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെ ആ യോഗത്തിൽ തന്നെ അദ്ദേഹം ധൈര്യമായിട്ട് പറയും, എനിക്കിപ്പോൾ എനിക്ക് ശിക്ഷ. പുള്ളിക്കറിയാം, ഭരണഘടനയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. അല്ലാതെ മറ്റു മന്ത്രിമാരെ പോലെ ഇത് കുന്തം കുടച്ചക്രം എന്ന് പറയുന്ന ആളല്ലത്. അറിയാം അതിൻ്റെ ഒരു വരുംവരായികൾ, അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് തികച്ചും ബോധവാനാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ശിക്ഷാ നടപടികൾ വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി, പക്ഷേ ഇദ്ദേഹമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ഏറ്റെടുക്കുന്നത്. പാർട്ടിയുടെ രീതി അങ്ങനെ ആയിരുന്നു. മാത്രമല്ലേ ഇപ്പം കഴിഞ്ഞ ഈ MLA പദവിയിൽ ഇരിക്കുന്ന ജനീഷിനെ ഇത്തരത്തിൽ 2 ദിവസം മുമ്പ് അദ്ദേഹം ഇത്തരത്തിൽ വിമർശിച്ചിരുന്നു. ജനീഷിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വനം വകുപ്പ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. ആ ആക്ഷേപത്തിൽ ഇങ്ങനെയാണ് ജനീഷ് പറഞ്ഞത്, ഇടത് സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള നക്സലിസം ത്തെ പറ്റിയാണ് ജനീഷ് പറഞ്ഞത്. ഒരു MLA സർക്കാർ ഓഫീസിൽ കയറി കാണിച്ചത് കണ്ടില്ലേ, നക്സൽ വരുമെന്നാണ് ഭീഷണി. അതായത് നക്സലിസം കൊണ്ട് നക്സലിനെ ഇറക്കും, വനം വകുപ്പിനെ ചുട്ട് തീയാക്കും എന്നൊക്കെ ജനീഷ് പറഞ്ഞതിനെതിരെ ജി സുധാകരൻ പ്രതികരിച്ചിരുന്നു. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ മുന്നണിക്ക് ചേർന്ന ഒരു സംസാരമല്ല ഇതെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ. അപ്പം 2 തരത്തിലുള്ള വിവാദങ്ങൾ പാർട്ടിക്കകത്ത് നിന്നും ജി സുധാകരൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായത് പാർട്ടി പോലും അറിയാണ്ട് ഇപ്പോൾ ജനീഷിനെതിരായിട്ടുള്ള, അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ജനീഷ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രയോഗിച്ച പദങ്ങൾ ശരിയല്ല. നക്സലൊക്കെ പിന്നീടുള്ള കാര്യമാണ്. നക്സലിസം വരിക എന്ന് പറയുമ്പം എന്തായിരിക്കും ജനീഷ് ഉദ്ദേശിച്ചത്? അപ്പം അതിന് കടുത്ത വിമർശനമാണ് ജി സുധാകരൻ ഉയർത്തിയത്. മാത്രമല്ല അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി. അത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ പണ്ട് മുതലേ നിന്നുകൊണ്ട് പോരാടുന്ന ഒരു പോരാളിയായിട്ടാണ് സുധാകരൻ നിൽക്കുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ മാത്രമല്ല തുറന്ന അഭിപ്രായം പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നത് മൊത്തം വർഗീയതയുടെ പിടിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വർഗീയത തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താൻ കാരണമായിട്ടുള്ള വസ്തുത. എന്നിട്ടും പാർട്ടി വിടാതെ അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരുകയാണ്. പാർട്ടിയെ നിരന്തരമായ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി നന്നാവണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളം എന്ന് പറയുന്നത് വിമർശനമാണ്. ആ വിമർശനം ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ജി സുധാകരൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ആകമൂലം ബാധിച്ചിരിക്കുന്ന ആ ജീർണതയ്ക്കിടയിൽ നിന്നുകൊണ്ട് അതിൻ്റെ അധികാരത്തിൻ്റെ മൂർച്ചയെ ഒട്ടും വകവയ്ക്കാതെ കൊണ്ട് പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞ കൂട്ടത്തിൽ താൻ തന്നെ ചെയ്ത ഒരു തെറ്റ് അദ്ദേഹം അംഗീകരിക്കുകയും സമ്മതിക്കുകയാണ്. ഇതൊരു വലിയ കാര്യം തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. പക്ഷേ ആ ഒരു കാര്യം പറയുമ്പോൾ താനും കൂടി ഇതിനകത്ത് കുടുങ്ങും എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ഈ സാർ പറഞ്ഞതുപോലെ എത്രയോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളായാലും അറിവും വിവേകവും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു തുറന്നു പറച്ചിലിൽ അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ കുഴി തോണ്ടിയെന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ഇപ്പോൾ MLA ഈ പറഞ്ഞോണം MLA-ക്കെതിരെ പറഞ്ഞതും ജനീഷ് കുമാറിനെതിരെ പറഞ്ഞതും ഇപ്പോൾ ഇന്നലെ ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതുമൊക്കെ എന്താണ് ഇദ്ദേഹത്തിന് പാർട്ടിയോട് ഒരു അരോചകം വരാൻ കാരണം? ജനീഷ് കുമാറിൻ്റെ കാര്യം കൂടെ പറയാം. ജനീഷ് കുമാർ പണ്ട് ശബരിമലയ്ക്ക് പോയതാണ്, കെട്ടും കെട്ടി എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, അദ്ദേഹം
പിന്നെ അതിനെ ശാസന ഏറ്റുവാങ്ങി പാർട്ടിയുടേതെന്നും പറയുന്നത്. അത് പോട്ടെ, പാർട്ടിയുടെ കാര്യം, അവരുടെ ഉൾപാർട്ടിയുടെ കാര്യം. പക്ഷേ ഏറ്റവും വിവരം കെട്ട ഒരു പ്രവൃത്തിയാണ് കാണിച്ചത് അദ്ദേഹം. ഒരു MLA ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒന്ന്, അതിൻ്റെ പക്വതയില്ലാത്ത ഒന്ന്, ഈ മേയർ കാണിച്ചതുപോലെ വിവരമില്ലാത്ത ഒരു പരിപാടിയാണ്, അപക്വമായ പരിപാടിയാണ് കാണിച്ചത്. പ്രകോപനം എന്തു തന്നെയായിക്കോട്ടെ, അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ വിവരം അറിയിക്കാമായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം നേരെ ഫോറസ്റ്റ് ഓഫീസിൽ കയറി ചെന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അവരുടെ സാധാരണ പ്രവർത്തികളിൽ തടസ്സമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു തെറ്റാണ്. എപ്പോഴും ഈ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫോറസ്റ്റ് ഓഫീസ് എന്നുള്ളതുകൊണ്ട് എപ്പോഴും ശിക്ഷിക്കപ്പെടാനും അടികൊള്ളാനുമുള്ള ഒരു വകുപ്പാണ് ഫോറസ്റ്റ് ഓഫീസ്. വേടൻ എന്ന് പറയുന്ന ആളിനെ പുലിനഖത്തിന്റെ തെളിവോട് കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്കെതിരെ അന്വേഷണം. ഇപ്പോഴും ഇതുപോലെ തന്നെ സാറിനോട് ഇത് പറയാൻ വന്നത്, കാരണം വേടന്റെ സംഭവം വന്നപ്പോഴും ഇതേ തന്നെ ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ സ്വന്തം സർക്കാർ തന്നെ ഇങ്ങനെ ഒരു നിലപാട്. ഇപ്പൊ ഈ ഒരു കാര്യം വന്നപ്പോൾ അവർക്ക് കിട്ടുക. അപ്പൊ ജി സുധാകരൻ ഇപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പിണറായി എന്നതാണ് LDF സർക്കാരിന്റെ അവസാന വാക്ക്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ജി സുധാകരൻ ഇതിൽ നിന്നും മുൻകൈ എടുത്ത് മുൻപോട്ട് വരുമ്പോൾ എന്തായിരിക്കും പാർട്ടിയിലുള്ള ഭിന്നത? അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ രാജാവ് നഗ്നനാണ് എന്നുള്ള സത്യം പുറത്തു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ കൂടി ജി സുധാകരൻ. പാർട്ടിയുടെ MLA-മാരെ അതിക്രമം കാണിക്കുന്നു സർക്കാർ ഓഫീസുകളിൽ പോയിട്ട്. നക്സലൈറ്റുകളെ കുറിച്ച് പറഞ്ഞു. നക്സലിസം എന്ന് പറഞ്ഞത് പണ്ടേ CPM തള്ളിപ്പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതിൻ്റെ ആൾക്കാർ വരുമെന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്കി കാട്ടുകയാണോ? ഈ ഫോറസ്റ്റ് ഓഫീസിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസർമാരും റേഞ്ചർമാരും നക്സലൈറ്റിലെ നേരിട്ട് പോരാടിക്കൊണ്ടാണ് നിൽക്കുന്നത്. MLA പോലെ ഈ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്നവരല്ല അവർ. ജീപ്പുകളിൽ സഞ്ചരിച്ച് ആനയെ, കാട്ടാനയും കൊമ്പനാനയും ഒക്കെ നേരിടുന്നവരാണ്. അതിന് ധൈര്യമുള്ളവരാണ്. അങ്ങനെയുള്ള ഉമ്മാക്കികളൊന്നും ഒരു MLA-യും കാണിക്കേണ്ട കാര്യമില്ല, വിവരദോഷങ്ങൾ പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കാരന് ചേരുന്ന രീതിയിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം കയ്യോടെ തന്നെ തൻ്റെ പാർട്ടി പ്രവർത്തകരെ എടുത്ത് വെളിയിൽ കൊണ്ടുവരിക. പിന്നെ എന്തിനാണ് നമുക്ക് ഈ പോലീസ് സ്റ്റേഷനുകൾ? ഒരു ആഭ്യന്തര വകുപ്പ് എന്തിനാ? MLA-മാരങ്ങ് തീരുമാനിച്ചാൽ പോരെ. വിവരദോഷം തന്നെയാണ്, ജനപ്രതിനിധിക്ക് ചേരാത്തത് തന്നെയാണ് കാണിച്ചത്. അത് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലുള്ള അട്ടിമറി CPM-ൻ്റെ നിരന്തരമായ പരിപാടിയാണെന്ന് പണ്ടും പറഞ്ഞിരുന്നതാണ്. ബംഗാളിൽ ജ്യോതി ബസുവിൻ്റെ കാലത്ത് അവർ നടത്തിയിരുന്നു, അതിനു മുമ്പും അവർ നടത്തിയിരുന്നു. അതിനു മുമ്പ് നടത്തിയിരുന്നത് സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ്. ഇതെല്ലാം CPM-ൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ്. എന്നിട്ടാണ് ഇവർ ഭരണഘടനയെക്കുറിച്ച്, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇതാണ് ഫാഷിസം. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുന്ന ഒരു കള്ളത്തരം മാത്രമല്ല, ഫാഷിസവും ജനാധിപത്യ വിധിയെ അട്ടിമറിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജി സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെയായിരിക്കാം വരാൻ സാധ്യതയുള്ളത്? അന്വേഷണം വരും തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലത്തിൽ നിന്ന് എന്തെങ്കിലും ഇതിൻ്റെ ചിലപ്പോൾ മിക്കവാറും സ്ട്രോങ് റൂമുകളിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള ബാലറ്റ് പേറ്റുകൾ, അതാണല്ലോ നമ്മൾ എണ്ണി നോക്കാറുള്ളത്. അതിൻ്റെ അവശേഷിപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയേണ്ടതാണ്. അതിൻ്റെ എന്തെങ്കിലും രേഖകൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ഫോറൻസിക് എവിഡൻസ് എങ്കിലും കണ്ടുപറ്റാൻ പറ്റും. അതായത് ഈ തെറ്റായിട്ടുള്ള കൈയക്ഷരങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് ഒട്ടകം സൂചിക്കുഴയിൽ കടക്കുന്നത് പോലെയാണ് ഇതിലെ പ്രതികളെ കണ്ടെത്തുന്നത്. പക്ഷേ ജി സുധാകരൻ കള്ളം പറയില്ല എന്നതുകൊണ്ട് നമുക്ക് ഈ തെളിവുകളിലേക്ക് പോകേണ്ടതായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്. ഒരു നുണയും പറയാത്ത ആളാണ് അദ്ദേഹം. അതുകൊണ്ട് നമുക്കിത് തീർച്ചയായിട്ടും പാർട്ടിക്കാരൻ തന്നെയാണ് ഇദ്ദേഹം. ഇപ്പോഴും പാർട്ടിയിലുള്ള ഒരു മെമ്പറാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ പാർട്ടിക്കാരും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, K മുരളീധരൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ വഞ്ചിക്കുകയായിരുന്നു ഈ CPM എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.